മാർക്കിന്റെ ഇനിയുള്ള ലൂമനിലെ കളികൾ കാണാമെന്ന് വെച്ചാൽ ഈ 4ാം എപ്പിസോഡ് തുടങ്ങുന്നത് ഏതോ മഞ്ഞുമലയിലും. ഔട്ടിയിൽ നിന്ന് ഇന്നിയായി സ്വിച്ച് ചെയ്ത് ഇർവിങ് ഇങ്ങനൊരു പ്രദേശത്തെത്തി ഒന്നും മനസ്സിലാതെ നിൽക്കുമ്പോൾ എന്നാൽ ഡ്രസ്സിംഗ് ഒക്കെ കമ്പിളിയും കാര്യങ്ങളുമൊക്കെ എഴുതാനും തണുത്തുറഞ്ഞ തടാകത്തിന് മുകളിൽ ഒരു പിടിയുമില്ലാതെ നിൽക്കുന്ന ഇർവിങ്ങിനെ ഇതിന് തൊട്ടു മുമ്പെത്തിയ മാർക്ക് ഒരു ക്ലിഫിൽ നിന്ന് വിളിച്ച് അങ്ങോട്ടേക്ക് കയറി വരാൻ പറയുന്നതിനെ തുടർന്ന് അയാൾ പതിയെ നടന്ന് മലഞ്ചെരുവിലേക്ക് കയറുമ്പോൾ കാണാം ഹെല്ലിയും അവിടെ. ഇർവിങ്ങിനെ പോലെ അവളും എന്താണ് ഇതൊക്കെ എന്നറിയാതെ കൺഫ്യൂസ്ഡ് ആണ്. മാത്രമല്ല മാർക്കും ഇവർക്കൊപ്പം കൂടി ഉണർന്നപ്പോൾ എവിടെയാണ് എത്തിപ്പെട്ടതെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ 4ാമനും എത്തിയിരിക്കുകയായി. ഡിലാനാണെങ്കിൽ ഇതിനേക്കാൾ വലിയ സന്തോഷമില്ല. പുറത്തെങ്ങനെയാണെന്നറിയാതെ കെട്ടിടത്തിനുള്ളിൽ ഇത്രയും കാലം കഴിഞ്ഞപ്പോൾ അവസാനം ഇപ്പോൾ മേൽക്കൂരയ്ക്ക് മുകളിലെ കാഴ്ചകളൊക്കെ എങ്ങനെ ഉണ്ടാകുമെന്ന് കണ്ട് നിൽക്കുമ്പോൾ ആരെങ്കിലും ഉണ്ടോ എന്ന് തിരക്കി ചുറ്റും നോക്കുമ്പോൾ ദൂരെയായി ഒരു TV. 4 പേരും അങ്ങോട്ട് നടന്ന് ചെല്ലുമ്പോഴാകട്ടെ TV ഒരു വീഡിയോ പ്ലെയറുമായി കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. കറണ്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല, പക്ഷെ അവരത് പ്ലേ ചെയ്യുന്നത് വഴി മിൽച്ചയ്ക്കിന് പ്രസന്ന മുഖം. ഇത് സംഭവം വേറൊന്നുമല്ല, മാക്രോ ഡിപ്പാർട്ട്മെൻറ്റ് ടീമിനായി ഒരുക്കിയ ഒരു പുതിയ പിക്നിക് പരിപാടിയാണ്. ഔട്ട്ഡോർ റീട്രീറ്റ് ആൻഡ് ടീം ബിൽഡിംഗ് ഒക്കറൻസ്. പുറം ലോകം കാണാനും പരസ്പരം അടുത്തറിയാനും ബോണ്ടിങ് ഉണ്ടാക്കാനുമുള്ള ഒരു ആക്ടിവിറ്റി. ഔട്ടി വേർഷൻ്റെ സമ്മതത്തോടെ 2 ദിവസം നിങ്ങളിവിടെ ചെലവഴിക്കുമെന്ന് പറയുമ്പോഴും മാർക്കിൻ്റെ ഔട്ടിയും ഇന്നിയും ഒരുമിച്ചിട്ടുള്ളതായി മിൽച്ചിക്കിന് അറിയില്ല. ഡൈറ്റർ ഈഗൻ നാഷണൽ ഫോറസ്റ്റ് എന്ന ഈ കാടും മലയും എല്ലാം നിറഞ്ഞ പ്രദേശം എക്സ്പ്ലോർ ചെയ്യാൻ പറയുമ്പോൾ ആരാണ് ഈ ഡൈറ്റർ ഈഗൻ? ആ സത്യം 4ാം അനുബന്ധം എന്ന പുസ്തകത്തിലാണുള്ളത്. കെയർ ഈഗൻ്റെ അവസാന സമയങ്ങളിൽ കൽപ്പിച്ച ഒരു ബുക്ക്. അതിനകത്തുള്ളത് സെവേർഡ് ഫ്ലോറിൽ വിലക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധമായ വാക്കുകളാണെന്നും അത് ഈ പ്രദേശത്തെ സിസേഴ്സ് കേവ് എന്നൊരു ഗുഹയിൽ ഇരിപ്പുണ്ട്. ആ കൃത്രിമ ഗുഹയിലാണ് കിയർ ഈഗൻ ആദ്യമായി തൻ്റെ 4 മനോവികാര ശക്തികളെ മെരുക്കിയെടുത്തതെന്നും പറഞ്ഞ് അവരെ കിയർ സഞ്ചരിച്ച അതേ പാതയിലൂടെ നിങ്ങൾ സഞ്ചരിക്കാവുള്ളൂ എന്നും, ഇല്ലെങ്കിൽ അപകടമാണ്, സഹായം വഴിയുണ്ടാകും എന്നറിയിച്ച വീഡിയോ അവസാനിക്കുമ്പോൾ ഈ 4 പേരും ഒന്ന് റിലാക്സ്ഡായി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചുറ്റും നോക്കുമ്പോൾ കുറച്ച് ദൂരെ ഒരു ക്ലിഫിലായി മാർക്കിൻ്റെ ഒരു രൂപം കമ്പനി യൂണിഫോമിൽ. അത് ദിശ കാണിക്കുന്നതുകൊണ്ട് വേറെ വഴിയൊന്നും നിലവില്ലാതെ അങ്ങോട്ടേക്ക് നീ എങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് മറ്റൊരു സ്ഥലത്തെത്തുമ്പോൾ കാണാം അവിടെ ഹെല്ലിയുടെ രൂപം. പെടലിയൊക്കെ ചരിച്ചു വെച്ചിട്ടത് വിയേഡായി ഡയറക്ഷൻ കാണിക്കുമ്പോൾ അവർ ആ ദിശയിലേക്ക് നീങ്ങുന്നു. മിൽച്ചിക്ക് വഴിയുണ്ടാകുമെന്ന് പറഞ്ഞ സഹായം അപ്പോൾ ഡബിൾസ് ആണ്. ഹെല്ലി സൂയിസൈഡ് ചെയ്യാൻ നോക്കി കഴുത്തിനേറ്റ ശതത്തിൻ്റെ ഒരു മെൻഷനാകാം കഴുത്തിങ്ങനെ വെച്ചിട്ടുള്ളതായി കണ്ടത്. എന്തായാലും വഴിതെറ്റാതെ അവരവസാനം ആ സിസേഴ്സ് കേവിൽ എത്തിപ്പെടുന്നുണ്ട്. അവിടെ ആ ബുക്കും സജ്ജമാക്കിയിട്ടുണ്ട്, ദ 4th അപ്പൻഡിക്സ്. അതിലവരാദ്യം വായിക്കുന്ന വാചകങ്ങൾ തന്നെ ആശ്ചര്യപ്പെടുത്തുന്നത്. ഡൈറ്റർ ഈഗൻ എന്നത് ലൂമൻ ഫൗണ്ടർ കിയർ ഈഗൻ്റെ ഇരട്ട സഹോദരനാണ്. കിയറിനെ ഭയഭക്തി ബഹുമാനത്തോടെ കണ്ടിരുന്ന ഇർവിങ് ഇതിൽ കൂടുതൽ വണ്ടടിക്കുമ്പോൾ ഇവർ മനസ്സിലാക്കുന്ന കാടിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ ഡൈറ്റർ ചെറുപ്പകാലത്ത് കിയറിനോട് ദരിദ്രരായി ജീവിക്കാനുള്ള ആഗ്രഹത്തിൽ കരഞ്ഞ് കാല് പിടിച്ചു കൊണ്ടുവന്ന കാടാണിത്. സങ്കടത്തിൻ്റെ പടുകൂടി എന്നൊരു സ്ഥലത്ത് അങ്ങനെ അവർ താവളമടിച്ചു. അവിടേക്ക് എത്താനുള്ള ഒരു മാപ്പും ബുക്കിൽ വരച്ചിരിക്കുന്നതുകൊണ്ട് 4 പേരും ബുക്കും വായിച്ച് അങ്ങോട്ടേക്ക് നടക്കുമ്പോൾ ഡിലാൻ്റെ രൂപവും എത്തി ദിശ കാട്ടി അങ്ങനെ നടന്നു കുഴഞ്ഞ് വിശ്രമിക്കുന്ന സമയം മാർക്കും ഹെല്ലിയും പരസ്പരം നോക്കി നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നത് കാണുന്ന ഇർവിങ്ങിനൊരു അസ്വസ്ഥത. ഹെല്ലി മുമ്പ് അവളുടെ ഇന്നി പുറത്തുണർന്നപ്പോഴുണ്ടായ അനുഭവത്തെപ്പറ്റി പറഞ്ഞത് ഇർവിങ്ങിനെ വിശ്വസിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതൊരു കളവാണോന്ന് അയാൾക്ക് നല്ല സംശയവുമുണ്ട്. വീണ്ടും നടപ്പ് തുടരുമ്പോൾ മാർക്കിനെ ഒറ്റയ്ക്ക് കിട്ടുന്ന സമയം ഇർവിങ് ഇത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നെങ്കിലും ഇതൊക്കെ നിങ്ങളുടെ തോന്നലാണെന്നും മനസ്സിൽ ഡിസ്റ്റർബ്ഡ് ആയതുകൊണ്ടാണെന്നും ഒക്കെ പറഞ്ഞ് നടക്കുമ്പോൾ കാണാം വഴിയിലായി ഒരു നീർനായി ചത്തു കിടക്കുന്നു. കുറച്ച് ദിവസമായെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇർവിങ് ഇതിനെ ചുട്ടു തിന്നാമെന്ന് പറയുമ്പോൾ അതിനെ മറ്റുള്ളവർ എതിർക്കുന്നതിനെ തുടർന്ന് അയാൾ വയലൻ്റ് ആവുന്നു. നമ്മൾ എവിടെയാണെന്നറിയില്ല. ആ പറഞ്ഞ സ്ഥലത്ത് എത്തിയാൽ തന്നെ അവിടെ കഴിക്കാൻ എന്തെങ്കിലും കാണുമോ എന്ന് സംശയമാണ്. നടന്ന് തളർന്ന് എന്നൊക്കെ പറഞ്ഞ് കുപിതനാവുന്നത് കണ്ട് മറുകൂട്ടർ ശാന്തനാവെന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്താൻ ശ്രമിച്ച് അവർ ഒടുവിൽ ഡെസ്റ്റിനേഷനിൽ എത്തിപ്പെടുന്നു, ആ വെള്ളച്ചാട്ടത്തിനടുത്ത്. മുകളിൽ ഈ 4 പേരുടെയും ഡബിൾസ് നിൽക്കുമ്പോൾ താഴെ മിൽച്ചിക്കും അവരെ ഗൈഡ് ചെയ്യാൻ എത്തിയിരിക്കുന്നു. കിയറിൻ്റെ ഇരട്ട അയാൾക്കൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നത് കൊണ്ടാണ് അതേപോലെ നിങ്ങളുമായി വളരെ സാമ്യമുള്ളവരെ വഴികാട്ടി അവതരിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് 50 അടി പോലും ഇല്ലാത്ത ആ വെള്ളച്ചാട്ടത്തെ ചൂണ്ടിക്കാട്ടി അയാൾ പറയുവാണ്, ഭൂമിയിലെ ഏറ്റവും വലിയ വാട്ടർഫാളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിപ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയാൻ വയ്യ. പുറം ലോകത്തെക്കുറിച്ച് അറിയാത്ത ഇന്നി വേർഷൻസിനടുത്ത് അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും വിശ്വസിക്കുമെന്നുള്ളത് കൊണ്ടവൻ ഇങ്ങനെ ഒരു പൊള്ളത്തരം പറഞ്ഞ ശേഷം അവരെ അഭിനന്ദിക്കുന്നു. കിയറിൻ്റെയും ഡൈറ്ററിൻ്റെയും പാതയിലൂടെ സഞ്ചരിച്ച് അവിടെ എത്തി ഈ പുണ്യഭൂമിയിൽ നിൽക്കുന്നതിൽ എല്ലാവരും വിശന്ന് വലിഞ്ഞു നിൽക്കുകയാണെന്ന് ഇർവിങ് പറയുന്നതിനെ തുടർന്ന് മിൽച്ചിക്ക് അവർക്ക് വേണ്ട സൗകര്യമെല്ലാം ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് നടത്തിച്ച് ഇരുട്ടാവുമ്പോഴേക്കും ഒരു കൊച്ചു പ്രദേശത്തെത്തുന്നു. 4 ടെൻറ്റും ബോൺഫയറൊക്കെ അവിടെ സെറ്റാണ്. മിസ് വാങ്ങും എല്ലാം ഒരുക്കി അവരെ സ്വാഗതം ചെയ്യുമ്പോൾ സൗകര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് മിൽച്ചിക്കും. അങ്ങനെ ടെൻറ്റിൽ കയറി എല്ലാവരും ഒന്ന് സെറ്റാകുമ്പോൾ ഇർവിങ്ങിനടുത്തേക്ക് ഹെല്ലി എത്തി അവൾ മഞ്ഞുകൊണ്ട് നിർമ്മിച്ച ഒരു നീർനായ രൂപം കൊടുത്ത് ഒന്ന് സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആവശ്യം വരും, ചിലപ്പോൾ വിശന്നാലോ എന്ന് പറഞ്ഞ്. ഇർവിങ് മുമ്പ് ആ സിറ്റുവേഷനിൽ അങ്ങനെ വയലൻ്റ് ആയതിൽ ക്ഷമ ചോദിക്കുമ്പോൾ നമ്മളെല്ലാം ഒരു വല്ലാത്ത സിറ്റുവേഷനിലായിരുന്നെന്ന് അതിനെ നിസ്സാരവൽക്കരിച്ച് അങ്ങനെ ഇരിക്കെ ഇർവിങ്ങിൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് ഓവർ ടൈം കണ്ടിന്യൂൻസി സമയം പുറത്ത് കണ്ടതെന്ന്. ഹെല്ലി വല്ലാണ്ടായി, ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയുന്നെങ്കിലും അതിൽ വിശ്വസിക്കുന്നില്ല എന്ന ടോണിൽ സത്യം പറയുന്നത് കൊണ്ടൊന്നും മാറാൻ പോണില്ലെന്നുള്ള ഇർവിങ്ങിൻ്റെ വാക്ക് കേട്ട ഉടനെ ഹെല്ലിയിലൊരു മാറ്റം. ബോൾഡായെന്ന് നോക്കി ഇർവിങ് എന്ന് വിളിച്ചിട്ട് പതിയെ പോകുന്നു.
ഹെല്ലിയുടെ ആ ഒരു റിയാക്ഷനിൽ എന്തോ ഒരു റോങ് ഉണ്ട്. അങ്ങനെ എല്ലാവരും ഒത്തുകൂടി ഹോങ് ഇറച്ചി ചൂടുന്ന നേരം മിൽച്ചിക്ക് അവരെ ഒന്ന് ചൂടാക്കാൻ ആ ബുക്കിലെ ബാക്കിയുള്ള ഇരട്ട സഹോദരന്മാരുടെ കാര്യങ്ങൾ വായിച്ചു വിവരിക്കുന്നു. ഈ പറയുന്നതെല്ലാം ചില നാടോടി കഥകളെ പോലെ വിശ്വസിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളും. ഡൈറ്ററും കിയറും ചിരിച്ചും കളിച്ചും കാട്ടിൽ കുറേ സമയം ചെലവഴിച്ച ശേഷം തിരികെ അച്ഛനടുത്തേക്ക് മടങ്ങാമെന്ന് കിയർ ആഗ്രഹം പറഞ്ഞതോടെ ഡൈറ്ററിന് അത് വിഷമമായി. ഇനിയുള്ള ജീവിതം മൊത്തം എങ്ങനെ ആയിരിക്കുമെന്ന് സന്തോഷിച്ചിരുന്നപ്പോൾ ഇത് കേട്ടതോടെ സങ്കടത്തിൽ ഡൈറ്ററിന്റെ തലയ്ക്കുള്ളിലെ ചോരയുടെ പ്രഷറിൽ കണ്ണുകൾ അടർന്നു വീണു. തലയിൽ നിന്നും ചോര വാർന്നൊഴുകി. ഇതൊന്നും കാണാനുള്ള ത്രാണിയില്ലാതെ കിയർ വെള്ളച്ചാട്ടത്തിൽ മുങ്ങിയ സമയം അയാൾ ആദ്യമായി ആദി എന്ന മാനസിക നിലയെ ദർശിച്ചു. ശോഷിച്ച നീളം കുറഞ്ഞൊരു വധുവിൻ്റെ രൂപത്തിൽ. ഇതിൻ്റെ എല്ലാം കാരണക്കാരനും സഹോദരനെ വിഷമിപ്പിച്ചതും നീയാണെന്ന് ആ സ്ത്രീ കിയറിനോട് പറയുന്നിടത്ത് ആ ട്രാജിക് അദ്ദേഹം പൂർത്തിയായതായി മിൽച്ചിക്ക് വായന നിർത്തുന്നു. കഥ കേട്ട് മറ്റുള്ളവരെല്ലാം അതിശയത്തിൽ. വിചിത്രമായ ഈ കഥ ആർക്കും ഉൾക്കൊള്ളാനാകുന്നില്ല. ഡൈറ്റർ സത്യത്തിൽ അങ്ങനെ തന്നെയാണോ മരിച്ചെന്ന് വിശ്വാസം വരാതിരിക്കുന്ന ഇർവിങ്. ബുക്കിൽ എഴുതിയിട്ടുള്ളതെല്ലാം സത്യം മാത്രമെന്ന് മിൽച്ചിക്കും. ഹെല്ലി ഇതെല്ലാം കേട്ട് അടക്കാനാകാത്ത പൊട്ടിച്ചിരിയിൽ. അവൾക്കിതെല്ലാം കോമഡി ആയിട്ടാണ് തോന്നുന്നതെന്ന് പറഞ്ഞ് ചിരിക്കുമ്പോൾ മാർക്കും അത് ഏറ്റുപിടിക്കുന്നു. ഇത് കണ്ട് ദേഷ്യം വരുന്ന മിൽച്ചിക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വിചാരിച്ചത് നിങ്ങൾ കാര്യങ്ങളെ ഗൗരവമായി കാണുമെന്നായിരുന്നു എന്ന് പറഞ്ഞ് അവർക്ക് കഴിക്കാനുള്ള മാർഷ്മെലോസ് ഹോങ്ങിനെ കൊണ്ട് തീയിലിടിക്കുന്നു. ഞെട്ടിക്കുന്ന രീതി കണ്ട് ടീം വാവിളിച്ച് നോക്കുമ്പോൾ മാർഷ്മെലോസ് ടീം പ്ലേയേഴ്സിനുള്ളതാണെന്നും പറഞ്ഞ് വിടവാങ്ങുന്നു. അയാൾ പോയി കഴിഞ്ഞ് അവൻ വെറുമൊരു പന്നലാണെന്നെല്ലാം പറഞ്ഞ് മാർക്കും ഹെല്ലിയും അട്ടഹസിക്കുന്നത് കണ്ട് ഇർവിങ് ഹെല്ലിയോടൊന്ന് വിവരിക്കാൻ പറയുന്നു. അന്ന് രാത്രി കണ്ട ആ തോട്ടക്കാരനെ, അയാൾ ധരിച്ച വസ്ത്രം, എന്ത് ചെയ്യായിരുന്നു എന്നെല്ലാം. വീണ്ടും അയാൾ അതിന്മേൽ തന്നെ പിടിച്ചിരിക്കുക എന്നുള്ള രീതിയിൽ ഹെല്ലി ഇരിക്കുന്ന നേരം മാർക്കും സംശയ മനസ്സിലാക്കി ഇർവിങ്ങിനോട് നിർത്താൻ പറയുമ്പോൾ കാണാം ഭാര്യ എവിടെയോ കിടന്ന് നരകിക്കുമ്പോൾ നീ ഇവിടെ മൊത്തം സ്നേഹം പങ്കിടുവല്ലേ എന്ന ചോദ്യം. ഇർവിങ്ങിന്റെ ഈ ചോദ്യം കേട്ട് ഡിലാൻ താൻ എന്തനാവശ്യമാണോ പറയുന്നതെന്ന് കൂടി ചോദിക്കുന്നതോടെ അവിടെ ഒരു വഴക്കായി ഇർവിങ് കൂട്ടത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നു. അതും ഹെല്ലിയുടെ ഒരു കുത്തിനുള്ള വർത്തമാനം കേട്ട്. ബർട്ടിനെ ഇനി ഇർവിങ്ങിനെ കാണാൻ പറ്റില്ലെന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇയാൾ ഒറ്റയ്ക്ക് അതിൻ്റെ ഗിൽട്ടിലാണ് ഇതെല്ലാം കാണിക്കുന്നത് എന്ന കുത്തൽ. അങ്ങനെ നല്ലൊരു രാത്രി കുളമായ ശേഷം രാത്രി ഹെല്ലി എന്ന് സമാധാനിപ്പിക്കാൻ അവളുടെ ടെന്റിലേക്ക് മാർക്കെത്തി സംസാരിക്കുമ്പോൾ ഹെല്ലി താൻ നിങ്ങളുടെ ഭാര്യ കേസിയെ കണ്ടെത്തുന്നതിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യുന്ന തോന്നലുണ്ടെങ്കിൽ ക്ഷമ ചോദിച്ചും ആശ്വസിപ്പിച്ചും റൊമാൻസിൽ ഏർപ്പെട്ടുമെല്ലാം ഒടുവിൽ മാർക്കും സോഫ്റ്റായാണേലും അന്ന് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. എൻ്റെ പുറത്തുള്ള വെർഷനെ എനിക്ക് ഇഷ്ടമല്ലെന്നും അതിൽ ഞാൻ ലജ്ജിതയാണെന്നുമുള്ള മറുപടിക്ക് പിറകെ അന്ന് പുറത്തുണ്ടെന്നപ്പോൾ നീ ആരായിരുന്നെന്ന് ചോദിക്കുന്നെങ്കിലും ഹെല്ലി മൗനത്തോടെ നിൽക്കുന്ന കണ്ട് എനിക്ക് അറിയേണ്ടെന്ന് പറഞ്ഞാൽ കിസ് ചെയ്യുമ്പോൾ ഹെല്ലിയുടെ മുഖം പൊടുതനെ കേസിയെ പോലെ. മുമ്പ് PT-യിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന പോലുള്ള റീഇൻ്റഗ്രേഷൻ സൈഡ് എഫക്റ്റ്. ഇർവിങ് നേരം വഴിയറിയാതെ മിൽച്ചിക്കിനെയും ഹോങ്ങിനെയും അലറി വിളിച്ചൊടുവിൽ ക്ഷീണിച്ചൊരോരത്ത് പോയി കിടക്കുന്നു. ആ ഉറക്കത്തിൽ ഇർവിങ് ഒരു സ്വപ്നം കാണുന്നുണ്ട്. കാട്ടിലെ വള്ളികളും മരങ്ങളും കാണുന്ന ഒരു സ്ഥലത്തെത്തുമ്പോൾ മാക്രോ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് പോലെ 4 കമ്പ്യൂട്ടറുകൾ. അവിടെ പോയിരുന്നുകൊണ്ട് കമ്പ്യൂട്ടറിലെ മോൺടോക്ക് പ്രോഗ്രാം നോക്കിയിരിക്കുമ്പോൾ കാണാം തൊട്ടപ്പുറത്തായി ബർട്ടും ഇരുന്ന് നോക്കുന്നു. ഉടൻ തന്നെ അടുത്ത ഡെസ്കിൽ ശബ്ദം കേട്ട് നോക്കുമ്പോൾ ഒരു സ്ത്രീ, മുൻപ് കഥയിൽ പറഞ്ഞ വധുവിൻ്റെ രൂപത്തിലുള്ള ആ കൊച്ചു സ്ത്രീ. ബുക്കിലെ പോലെ പറഞ്ഞാൽ കിയറിൻ്റെ ആദി എന്ന മാനസിക നില. ഇത് കണ്ട ഉടൻ കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ അക്കങ്ങളെല്ലാം ഒഴുകി അതിൽ അക്ഷരങ്ങളും ചേർന്ന് ഒരു ഓളത്തിൽ ഹെല്ലിയുടെ മുഖം പോലെ വരുന്നു. കണ്ണുകളുടെ സ്ഥാനത്ത് EAGEN എന്നീ അക്ഷരങ്ങളും. ഞൊടിയിടയിൽ തന്നെ അതൊരു കണ്ണായി രൂപപ്പെടുന്നതും തൊട്ടടുത്ത ഭീകര സ്ത്രീ എത്തി പീഡിപ്പിക്കുന്നതും ഇർവിങ് ഞെട്ടി എണീക്കുന്നു. നേരം വെളുത്തിട്ടുണ്ട്. ഇർവിങ് ഉറങ്ങിയപ്പോൾ കണ്ട ആ സ്വപ്നം, അതിലൂടെ ഹെല്ലിയുടെ മുഖവും ഒപ്പം ആ അക്ഷരങ്ങളും കണ്ട് അയാൾക്ക് മനസ്സിലായിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹെല്ലി ഈഗൻ കുടുംബത്തിൽപ്പെട്ടതാണെന്ന്. ലൂമൻ എല്ലാം കാണുന്നുണ്ട് എന്ന രീതിയിലായിരിക്കാം ആ കണ്ണുകൾ കാണിച്ചതും. ഇർവിങ് ഈ ബോധ്യത്തിൽ ഓടുമ്പോൾ ടെന്റിൽ എണീക്കുന്ന മാർക്ക് ഹെല്ലിയെ കാണാനില്ലെന്ന് മനസ്സിലാക്കി തിരക്ക് മിൽച്ചിക്കിനെ വിളിച്ചു വരുത്തി ഇത് അറിയിക്കുന്നു. ഹെല്ലി ആ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോയി നിൽക്കുകയാണ്. കിയറിൻ്റെ സങ്കടത്തിൻ്റെ പടുകുഴി എന്ന സ്ഥലം. ഓടിയെടുക്കുന്ന ഇർവിങ് ഇത് കണ്ട് ഹെല്ലിയെ ചെന്ന് ശാന്തമായി വിളിച്ച് എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇർവിങ്ങിന് ഇവിടെ എന്താ കാര്യമെന്ന് നല്ല ഭാവത്തോടെ ഹെല്ലിയും. ഇർവിങ് കഴിഞ്ഞ രാത്രി മൊത്തം തണുപ്പത്ത് കിടങ്ങി വിറച്ച് കഴിച്ചു കൂട്ടിയതെക്കുറിച്ച് പറഞ്ഞ ശേഷം കഴിഞ്ഞ രാത്രി ഹെല്ലിയുടെ ആ ടോക്കിനെ പറ്റി എടുത്തിരുന്നു. രാത്രി എന്നോട് പറഞ്ഞ ആ രീതി അത് വളരെ വേദനിപ്പിക്കുന്ന തരത്തിലാണ്. ഹെല്ലി ഒരിക്കലും അങ്ങനെ എന്നോട് പറയില്ല. ഇർവിങ് ഉദ്ദേശിക്കുന്നത് മുമ്പിലുള്ളത് ഹെല്ലി അല്ലെന്നാണ്, അതായത് ഇന്നീ വെർഷൻ അല്ലെന്ന്. അവളിത് കേട്ട് നിന്ന് പരങ്ങുന്നതും ഹെല്ലി അല്ലെങ്കിൽ പിന്നെ നീ ആരാണെന്നും ആർക്കാണ് ഔട്ടി വെർഷനെ സെർവർ ഫ്ലോറിൽ എത്തിക്കാൻ ധൈര്യമുള്ളത് എന്ന് ചോദിക്കുന്നതും അവിടെ വലിയൊരു റിവീൽ ഉണ്ടാവുകയാണ്. ഓവർ ടൈം കണ്ടിജൻസിക്ക് ശേഷം മാർക്കിനും ടീമിനൊപ്പം കയറിയത് ഹെല്ലി എന്ന ഇന്നീ വെർഷൻ അല്ലായിരുന്നു, അത് ഔട്ടിയായ ഹെലീന തന്നെയായിരുന്നു. ആ സ്വപ്നം വളരെ നിഗൂഢമായി തന്നെ ഇർവിങ്ങിന് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് ആ സത്യം. ഇർവിങ്ങിൻ്റെ ആ ചോദ്യത്തിന് ഇനി ഒന്നും എതിർക്കാൻ കഴിയാതെ ഐ ആം സോറി എന്ന് ഹെല്ലി പറയുന്നതും അയാൾ അവളെ പിടിച്ചുകൊണ്ടൊരു പുഴയുടെ അടുത്തേക്ക് നീങ്ങുന്നു. ഹെലീന രക്ഷിക്കുന്ന അലർന്നത് കേൾക്കുന്ന മിൽച്ചിക്കും മാർക്കും ഡീലാനും ഉടൻ തന്നെ ഓടി വെള്ളച്ചാട്ടത്തിന് മുകളിലെത്തി നിൽക്കുമ്പോൾ കാണുന്നത് താഴെ ഹെലീനെ ബലമായി പിടിച്ചു നിൽക്കുന്ന ഇർവിങ്ങിനെ. അയാൾ അവരെ കണ്ടതോടെ മിൽച്ചിക്കിനോട് അവളെ തിരിച്ചെത്തിക്കാൻ ആവശ്യപ്പെടുകയാണ്, ഹെല്ലിയെ തിരിച്ചു കൊണ്ടുവരാൻ. മാർക്കും ഡിലാനും നിങ്ങളെന്ത് ഭ്രാന്താണ് കാണിക്കുന്നത് എന്നൊക്കെ ആക്രോശിക്കുന്നെങ്കിലും ഇർവിങ് അവരോട് പറഞ്ഞു കൊടുക്കുന്നു, ഹെല്ലി ഇത്രയും നേരവും അവരുടെ ഔട്ടിയായാണ് നമുക്ക് മുന്നിൽ നിന്നതെന്ന്.
ഇതും പറഞ്ഞ് അവളെ വെള്ളത്തിൽ മുക്കുന്നതും സിറ്റുവേഷൻ രൂക്ഷമാകുന്നു. ഹെല്ലി ഈഗൻ കുടുംബത്തിലാണെന്നും ഇതവളുടെ ഔട്ടിയാണെന്നും തിരികെ എത്തിച്ചില്ലെങ്കിൽ കൊല്ലുമെന്നും പറഞ്ഞ് വീണ്ടും മുക്കി പൊക്കുന്നതും ഹെലിയിലെ മിൽച്ചിക്കിനെ സെത്ത് എന്ന് വിളിച്ച് അത് ചെയ്യാൻ ഉത്തരവിടുന്നു. സെത്ത് എന്നത് മിൽച്ചിക്കിൻ്റെ പേരാണെന്ന് ഇപ്പോൾ ഡിലാൻ അടക്കം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇർവിങ് ഇത് കേട്ട് അതേ സെത്ത് അങ്ങനെ ചെയ്യ് എന്ന് ആവർത്തിക്കുന്നതും പകച്ചു നിൽപ്പുള്ള മിൽച്ചിക്ക് ഉടൻ വോക്കി ടോക്കി എടുത്ത് ഗ്ലാസ്ഗോ ബ്ലോക്ക് എന്ന ഒരു ഓപ്ഷൻ റിമൂവ് ചെയ്യാൻ പറയുന്നു. ഇത് പറയുന്നത് മിസ് ഹോങ്ങിനോടോ അല്ലെങ്കിൽ നഡാലിയോടാണോ ഇനി മറ്റാർക്കെങ്കിലും അടുത്താണോ എന്ന് അറിയാൻ വയ്യ. ഗ്ലാസ്ഗോ ബ്ലോക്ക് ഓപ്ഷൻ ഇത് നമ്മൾ ഇതിനു മുമ്പ് ഒരിക്കൽ കണ്ടിട്ടുണ്ട്. 1-ാം സീസണിൽ ഡിലാൻ കൺട്രോൾ റൂമിൽ അതിക്രമിച്ച് കയറി ഓവർ ടൈം ഓപ്ഷൻ നോക്കാൻ നേരം ലിസ്റ്റിൽ കണ്ട ഒരു പറ്റ ഓപ്ഷൻസിൽ ഒന്ന് ഈ പറഞ്ഞ ഗ്ലാസ്ഗോ ആണ്. അപ്പോൾ 2 ഓപ്ഷൻസ് മനസ്സിലായിട്ടുണ്ട്. ഓവർ ടൈം ഓപ്ഷൻ പുറം ലോകം തിന്നി ഉണർന്നതാണെങ്കിൽ ഗ്ലാസ്ഗോ ഓപ്ഷൻ ഔട്ടി വേർഷൻ 7th ഫ്ലോറിലേക്ക് കടക്കാനും. അങ്ങനെ മിൽച്ചിക്ക് ഗ്ലാസ്ഗോ ബ്ലോക്ക് നിർത്തലാക്കാൻ പറയുന്നതും ഹെലീന ഹെല്ലിയായി കഴിഞ്ഞിരിക്കുന്നു. ഉടൻ തന്നെ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്ത് ഇത് മനസ്സിലാക്കി ഇർവിങ് ഹെല്ലിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സോറി പറഞ്ഞ് കരയുന്നു. എന്താ നടക്കുന്നതെന്നറിയാതെ ഹെല്ലിയും. ഇന്നേരം മാർക്ക് ഓടിയെത്തി ഹെല്ലി കെയർ ചെയ്യുമ്പോൾ മിൽച്ചിക്ക് എത്തി ഇർവിങ്ങിനെ ഫ്രീസാകുന്നു. സഹപ്രവർത്തകയോടുള്ള വധശ്രമത്തിന് പെനാൽറ്റി ഒന്നുമല്ല, മറിച്ച് ഇമ്മീഡിയറ്റ് ഡിസ്മിസലാണെന്ന് പറഞ്ഞ് എണീക്കാൻ പറയുന്നതും ഡിലാനെ തിരിച്ചറിവുണ്ടായി ക്ഷമ ചോദിക്കുന്നു. മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ പലതും എതിർത്തതിൽ. ആരോടും സംസാരിക്കരുതെന്നും ആജ്ഞാപിച്ച് മിൽച്ചിക്ക് അയാളോട് തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞിട്ട് അടുത്ത നടപടികളെപ്പറ്റി പറയുകയാണ്. ഔട്ടി വേർഷനെ എത്രയും പെട്ടെന്ന് തന്നെ ഈ പെർമനന്റ് ഡിസ്മിസലിനെ കുറിച്ച് അറിയിക്കുന്നതായിരിക്കും. ഡിലാൻ മുകളിൽ നിന്നുകൊണ്ട് അയാളെ വെറുതെ വിടുന്ന് പറഞ്ഞ് അലറുന്ന നേരം മിൽച്ചിക്ക് ഇർവിങ്ങിനോട് കാട്ടിനുള്ളിലേക്ക് പോകാൻ പറയുന്നു. ജോലിസ്ഥലം മൊത്തം ക്ലിയർ ചെയ്യും. നിലവിലുള്ള സകല ബന്ധങ്ങളും പ്രവർത്തന രേഖകളും നീക്കം ചെയ്ത് നശിപ്പിക്കും. നിലനിൽപ്പില്ലാത്ത ഇരുട്ടിൽ കിയറിൻ്റെ ദയവുണ്ടാവട്ടെ എന്നും പറഞ്ഞ് വോക്കി ടോക്കിയിൽ പ്രൊസീഡ് ചെയ്യുന്നുള്ള മിൽച്ചിക്കിൻ്റെ വാക്കുകളിൽ നടക്കുന്ന ഇർവിങ്. ഇന്നി ടു ഔട്ടി സ്വിച്ചിങ് സൗണ്ട് വരുന്നതും ഇർവിങ്ങിൽ നിന്ന് ആരംഭിച്ച് ഈ എപ്പിസോഡ് ഇർവിങ്ങിലൂടെ തന്നെ ഒടുങ്ങുന്നു. ഒരു ഹൈ പോയിന്റിലാണ് ഈ എപ്പിസോഡ് അവസാനിച്ചത്. ഹെല്ലി നിലവിൽ ഉണർന്നതപ്പോൾ മുമ്പ് സ്റ്റേജിൽ നടന്ന സംഭവങ്ങൾക്ക് ശേഷമായിരിക്കണം. മാത്രമല്ല മാർക്കും ഡിലാനും ഇങ്ങനൊരു ചതി മനസ്സിലാക്കിയതോടെ ഇനി അവരുടെ പ്രതികരണങ്ങളും നിലപാടുകളും കണ്ടറിയണം. ഇർവിങ് എന്ന അദ്ദേഹത്തിൻ്റെ ഒടുക്കമായി കാണിക്കുന്നെങ്കിലും നിലവിൽ റീഇൻ്റഗ്രേഷനിലുള്ള മാർക്കുള്ളപ്പോൾ ഔട്ടി മാർക്കും ഒത്തിനി പദ്ധതികൾ മെനയാനുള്ള ചാൻസുമുണ്ട്. ഏറെ സങ്കീർണമായി കൊണ്ടിരിക്കുന്ന സീസണിലെ അടുത്ത എപ്പിസോഡുമായി അപ്പോൾ വീണ്ടും കാത്തിരുന്ന് കാണാം.